കേരളത്തിലൊരു സ്ഥലമുണ്ട്. അവിടെ രാത്രിയായാൽ ഇന്നും ആരോ കരയുന്ന ശബ്ദം കേൾക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. അവിടെ പോയ ചിലർ പറയുന്നത് ആരോ പിന്തുടരുന്നത് പോലെ തോന്നി. ജനാലകളിലെ നിഴലുകൾ കണ്ടു. ഒഴിഞ്ഞുകിടക്കുന്ന ബംഗ്ലാവിനുള്ളിൽ നിന്ന് വിചിത്ര ശബ്ദങ്ങൾ കേട്ടു. ഇത് വെറും കഥകളാണോ, അതോ ഇന്നും മറിഞ്ഞുകിടക്കുന്ന ഒരു ദുരൂഹ സത്യമുണ്ടോ? തിരുവനന്തപുരം ജില്ലയിലെ കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ബോണക്കാട് ബംഗ്ലാവ് ഇന്നും കേരളത്തിലെ ഏറ്റവും ദുരൂഹമായ സ്ഥലങ്ങളൊന്നായി പലരും ചൂണ്ടിക്കാണിക്കുന്ന ഈ ബംഗ്ലാവിൻ്റെ ചരിത്രവും പ്രേതകഥകളും നാട്ടുകാരുടെ വിശ്വാസവും നമുക്കിന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനടുത്ത് അഗസ്ത്യമല വനമേഖലയിലേക്കുള്ള വഴിയിലാണ് ബോണക്കാട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശം തേയിലത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായിരുന്നു. ഇന്ന് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണെങ്കിലും വൈകുന്നേരത്തിന് ശേഷം ആളുകളുടെ സാന്നിധ്യം വളരെ കുറയുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതിയാണ് പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ തേയില എസ്റ്റേറ്റിൻ്റെ മാനേജർ താമസിക്കുന്ന ഈ ബംഗ്ലാവ് നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. അന്ന് ബോണക്കാട് പ്രദേശം വളരെയധികം സജീവമായിരുന്നു. നൂറുകണക്കിന് തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഇവിടെ താമസിച്ചിരുന്നു. കാലക്രമേണ തേയില കൃഷി കുറഞ്ഞു, എസ്റ്റേറ്റ് പ്രവർത്തനം നിലച്ചു, ജനങ്ങൾ പ്രദേശം വിട്ടുപോയി. അങ്ങനെ ഒരിക്കൽ ആഡംബരത്തോടെ നിലകൊണ്ടിരുന്ന ബംഗ്ലാവ് ഇന്ന് കാടിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമായി മാറി. ഈ ബംഗ്ലാവിനെ പ്രശസ്തമാക്കിയത് അതിൻ്റെ ചരിത്രം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. ബ്രിട്ടീഷ് മാനേജറുടെ ചെറിയ മകൾ അസുഖബാധിതയായി മരിച്ചുവെന്നാണ് പ്രാദേശികമായി പ്രചരിക്കുന്ന കഥ. മകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അതിൻ്റെ വേദന സഹിക്കാനായില്ലെന്നും പിന്നീട് അവർ ഈ സ്ഥലം ഉപേക്ഷിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. അതിനുശേഷം രാത്രികളിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാറുണ്ടെന്നും പലരും വിശ്വസിച്ചു. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കഥയ്ക്ക് വിശ്വസ്തയുടെ ചരിത്രരേഖ ലഭ്യമല്ല. ഇത് തലമുറകളായി നാട്ടുകാർക്കിടയിൽ പ്രചരിക്കുന്ന ഒരു ജനകീയ കഥയാണ്. വർഷങ്ങളായി നിരവധി ആളുകൾ ബോണക്കാട് സന്ദർശിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നത് രാത്രി ബംഗ്ലാവിനടുത്തെത്തിയപ്പോൾ ആരോ നടക്കുന്ന പോലെ ശബ്ദം കേട്ടു. ചിലർ ജനാലയിൽ വെളുത്ത രൂപം കണ്ടുവെന്ന് അവകാശപ്പെടുന്നു. മറ്റു ചിലർക്ക് പിന്നിൽ ആരോ നിൽക്കുന്ന പോലുള്ള അനുഭവം ഉണ്ടായതായി പറയപ്പെടുന്നു. അകത്തുനിന്ന് കുട്ടിയുടെ ചിരിയോ കരച്ചിലോ പോലുള്ള ശബ്ദങ്ങൾ കേട്ടുവെന്നും ചിലർ പറയുന്നു. ബോണക്കാട് പ്രദേശത്ത് പല നാട്ടുകാരും വൈകുന്നേരത്തിന് ശേഷം ബംഗ്ലാവിലേക്ക് പോകുന്നത് ഒഴിവാക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചിലർക്കത് ഭയപ്പെടുന്ന സ്ഥലമാണ്. ചിലർ പറയുന്നത് അവിടെ അസ്വാഭാവികമൊന്നുമില്ല, കാടിൻ്റെ ശബ്ദവും ഇരുട്ട് മനസ്സിൽ ഭയം സൃഷ്ടിക്കുന്നതാണ്. മറ്റു ചിലർ ഇന്നും ആ ബംഗ്ലാവിൽ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ സ്ഥലത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ രണ്ടായി വിഭജിക്കപ്പെടുന്നു. മനുഷ്യൻ ഭയപ്പെടുമ്പോൾ തലച്ചോർ സാധാരണ ശബ്ദങ്ങളെയും അസ്വാഭാവികമായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. കാറ്റിലാടുന്ന മരങ്ങൾ, പഴയ കെട്ടിടത്തിൻ്റെ ശബ്ദങ്ങൾ, മൃഗങ്ങളുടെ കരച്ചിൽ, ഇവയെല്ലാം രാത്രിയിൽ കൂടുതൽ ഭയാനകമായി അനുഭവപ്പെടാം. ഇരുട്ടും ഏകാന്തതയും ചേർന്ന മനസ്സ് പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചേക്കാം. അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളും അമാനുഷികമാണെന്ന് പറയാനാകില്ല. ഇന്ന് നിരവധി ട്രെക്കിംഗ് പ്രേമികളും യൂട്യൂബർമാരും ഫോട്ടോഗ്രാഫർമാരും ബോണക്കാട് സന്ദർശിക്കുന്നു. പകൽ സമയത്ത് സ്ഥലം ശാന്തവും മനോഹരവുമാണ്. എന്നാൽ രാത്രിയിൽ ഇന്നും ദുരൂഹതര അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുവെന്നാണ് പലരും പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹോണ്ടഡ് സ്ഥലങ്ങളുടെ പട്ടികയിൽ ബോണക്കാട് ബംഗ്ലാവിൻ്റെ പേര് പലപ്പോഴും ഉൾപ്പെടാറുണ്ട്. അപ്പോൾ ബോണക്കാട് ബംഗ്ലാവിൽ ശരിക്കും ആത്മാവുണ്ടോ, അല്ലെങ്കിൽ വർഷങ്ങളെ പ്രചരിച്ച കഥകളും മനുഷ്യരുടെ ഭയവും ചേർന്നുണ്ടാക്കിയൊരു ദുരൂഹ വിശ്വാസം മാത്രമാണോ? ഇതിന് വ്യക്തമായ ഉത്തരമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ബോണക്കാട് ബംഗ്ലാവ് ഇന്നും ചരിത്രവും ദുരൂഹതയും ഒത്തുചേർന്ന കേരളത്തിലെ ഏറ്റവും കൗതുകരമായ സ്ഥലങ്ങളൊന്നാണ്. ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബോണക്കാട് ബംഗ്ലാവിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അമാനുഷിക ശക്തി ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ, അതോ ഇതെല്ലാം വെറും കഥകളാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കും. ഇത്തരത്തിലുള്ള കേരളത്തിലെയും ലോകത്തെയും ദുരൂഹ കഥകളും ചരിത്ര രഹസ്യങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു രഹസ്യമായി വീണ്ടും കാണാം. താങ്ക് യു.